എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനാണ് തിരിച്ച് മേപ്പാടത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് മാരാമൺ കൺവെൻഷൻ തുടങ്ങുന്ന ദിവസം. അപ്പോൾ ഞങ്ങൾ ഓർത്തു മാരാമൺ ഒന്ന് കയറി അവിടുത്തെ കാഴ്ചകളും ഒക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ച് പോകാമെന്നാണ് ഓർത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകൾ കാണാം. പണ്ട് ഈ പാലം ഇത്ര ഇല്ലായിരുന്നല്ലേ? പുതിയ പാലം പണിയല്ലേ, പണിത് വരുന്നേ ഉള്ളൂ. കടകള് ഇതുണ്ടോ വള്ളം കിടക്കുന്ന? ഇതും ആദ്യത്തെയാണല്ലോ. ഇതും ഈ വേക്കത്തെയാ വള്ളപ്പര പണിതാ. ഇത് ഏത് വള്ളവാ അമ്മ? അപ്പൊ ഈ വള്ളപ്പര ഇപ്പോഴത്തെ അമ്മേ? ഗ്ലാസ് അയ്യോ ഞാനിനിയും കിട്ടുന്നില്ലേ. അതാണ് അങ്ങനെ മാരാമണ്ണ് വന്ന ആദ്യമേ കയ്യെ കിട്ടി മർത്തോമ മാട്രിമോണി. നമ്മൾ ഏത് വർഷം വന്നപ്പോഴാണ് ഇവിടെ ഇത് രജിസ്റ്റർ ചെയ്തേ? എന്നിട്ട് പക്ഷെ അവർ വിളിച്ചു ഈ കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുന്നേ വീണ്ടും വിളിച്ചു മെസ്സേജ് അയച്ചു ചോദിച്ചു. ഇത് നേരത്തെ ഇവിടെ പണിതാ. റെഡ് കാർപ്പറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ പാലത്തെ, കണ്ടോ? ഇന്നല്ലേ ആരും വരാറ്. ഈ പാലം അല്ലേ? എനിക്ക് ഈ പാലത്തിന്റെ പണി ഇങ്ങോട്ട് നടക്കും അല്ലേ? പുതിയ പാലം. അമ്മയുണ്ട്. മാരാമണ്ണ് കയറി കാഴ്ചയൊക്കെ കണ്ടിട്ട് നേരെ മേപ്പാടത്തോട്ട് അല്ലേ? ഇന്നാണ് മാരാമണ്ണ് തുടങ്ങുന്നത്. 2 മണിയായപ്പം ഉദ്ഘാടനം കഴിഞ്ഞു കാണും അല്ലേ? കഴിഞ്ഞു തൊഴി ഇറങ്ങുക. പച്ചപ്പിക്കൂടെ പോന്നു വേണ്ട, തൊഴിവ. അങ്ങനെ 131ാമത് മാരാമൺ കൺവെൻഷൻ തുടങ്ങി അല്ലേ? ആളുണ്ട്. സാഹചര്യമാണ് ഇന്ന് നാം കണ്ടുവരുന്നത്. സമ്പന്നർ വെറുതെ പണം സമ്പാദിക്കുക മാത്രം. ഭീകരർ ഒരു രാജ്യവും അമ്മയ്ക്ക് ഇനി ഇവിടുന്ന് പുസ്തകം മേടിക്കണ്ടേ? പാടില്ല. ഈ വേക്കും ഒന്ന് മതി. എനിക്ക് വേണ്ട, ഒന്ന് മതി. ദളിതരുടെ സംരക്ഷണം നൽകുന്നതിനെ കുറിച്ച് കൂടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുടർന്ന് ചർച്ച. പാട്ടുപാടാത്ത ഓർത്തഡോക്സുകാർക്ക് ഒരു പുസ്തകം, ബാക്കി ഞങ്ങൾ നല്ല ഭർത്താക്കന്മാർക്ക് 4 പുസ്തകം. സംഭാഷണ വിഷയങ്ങളും അധികം 5 എണ്ണം 100 രൂപ. 2 എണ്ണം നമ്മൾ വീട്ടിലോട്ട് വേണം. അപ്പയ്ക്കും വേണം, അമ്മയ്ക്കും വേണം. 2 എണ്ണം ആർക്കോ കൊടുക്കാൻ വേണ്ടിയാ പറഞ്ഞായിരുന്നു മേടിക്കണമെന്ന്. അങ്ങനെ മേടിക്കാം. 1 5 എണ്ണം 100 ആയതുകൊണ്ട് 1 എനിക്ക് തരാം. പാട്ട് പാടാനല്ലേ? അവരുടെ അവരുടെ വിശപ്പിന് മുമ്പ് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ ലോകത്തിന്റെ നേറുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരവാദിത്വം. അയിരൂർ കർമ്മേൽ ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഇതല്ലായിരുന്നു അമ്മ, സ്റ്റാളുകളല്ലായിരുന്നു ബുക്കിന്റെ ഒക്കെ. അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്കും രൂപപ്പെടുന്നതും തിന്മകൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ ഈ കൺവെൻഷനിൽ നിന്ന് അർത്ഥവത്തായിട്ട് പ്രതികരണങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നത് വിസ്മരിക്കരുത്. സമകാലിക ലോകത്തിലെ മർത്തോമ തിയോളജിക്കൽ സെമിനാരി. ധാർമ്മിക രാഷ്ട്രീയമാണ് ക്രൈസ്തവ സമൂഹം ഉയർത്തിപ്പിടിക്കേണ്ടത്. ഇപ്പൊ വലിയ ആൾക്കാർ നിൽക്കുന്നുണ്ട്, വലിയ പന്തലെന്ന് പറയാം. കുട്ടികളൊന്നും ഇറങ്ങി തുടങ്ങിയിട്ടില്ല. നമ്മൾ കുറച്ചു നേരം അവിടെ നിന്ന് തിരുമേനി പറയുന്നതൊക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞ് നമ്മളിനി കരയിലോട്ട് പോവാ. ഇക്കരയിൽ ഇനി അക്കരയിലോട്ട് പോകുക.
നമ്മുടെ ഭദ്രാസനം റാന്നി നിലയ്ക്ക്. പൊങ്ങി വരുന്ന നീരുറവയായിരിക്കും നിങ്ങളുടെ യേശു പറഞ്ഞു. നിങ്ങളുടെ ഞാൻ വന്നാൽ ചെങ്ങന്നൂർ മാവേലിക്കര അടുത്തുണ്ട്. സമൃദ്ധിയായി ഉണ്ടാകുവാൻ നേരണം മാരാമൺ ഭദ്രാസനം. മറ്റൊരു ക്രിസ്തുമൊഴി. പമ്പാമണൽപ്പുറം. പണ്ടേ കമ്പൊക്കെ വെച്ചില്ലായിരുന്നു ഈ പാലമൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്രാവശ്യം വേറെ അല്ലേ, വേലിപ്പോലും ഇരുമ്പ് വെച്ച. അപ്പൊ നമുക്ക് പാലം കയറാം. എവിടെ അപ്പൊ അവിടെ ആശീർവാദം പറഞ്ഞിട്ട് ഇവരൊന്നും പറഞ്ഞോണ്ടല്ലേ ഞാനിവിടെ പന്തലിനകത്ത് കയറിയിരിക്കും. അങ്ങനെ ഞങ്ങൾ മാരാമണ്ണ് കയറി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇന്ന് തുടങ്ങിയ ദിവസം ആയതുകൊണ്ട് ആള് തീരെ കുറവായിരുന്നു. ഭയങ്കര ചൂടാ. നിറയെ ആളില്ല, കുറവാ. ഇനി നാളെ ഇന്ന് തുടക്കമല്ലേ, കൂടുമായിരിക്കും. അത് കണ്ടോ, ഒരു ദൈവത്തിന്റെ ഇത് പള്ളിയാണോ എവിടെ? ഇതെവിടെ ഇപ്പൊ സ്ഥലം? ആറാട്ടുപുഴ. ഞാൻ ഈ പുസ്തകം കാണിക്കുമായിരുന്നു, കൺവെൻഷൻ ഗീതങ്ങൾ. ഞാൻ അന്നേരം ചുമ്മാ പുറത്തോട്ട് നോക്കിയതാ, നോക്കിയപ്പോ ഒരു ദൈവം. അങ്ങനെ ഒരെണ്ണം എനിക്കും കിട്ടി. എന്താപ്പാ? ഇല്ല, മാരാമണ്ണ മർത്തോമ്മക്കാർക്കല്ലേ ഉള്ളൂ, ഞങ്ങൾ ഓർത്തഡോക്സുകാർക്കില്ല. അങ്ങനെ ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ മേപ്പാടത്തെത്തി. വള്ളം കയറ്റിയിട്ടില്ല, വള്ളം മേപ്പാടത്തുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.